നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഹരിയാന ബിജെപിയിൽ കൊഴിഞ്ഞുപോക്കുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ശിവകുമാർ മഹ്തയും പാർട്ടി വക്താവ് സത്യവേന്ദ്ര ശാസ്ത്രിയും രാജിവെച്ചിരുന്നു. സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെയായിരുന്നു അവരുടെ രാജി. രണ്ടാം പട്ടികയിൽ 7 സിറ്റിംഗ് MLA-മാരെ ഒഴിവാക്കിയിരുന്നു. 2 മന്ത്രിമാരും ഇടം പിടിച്ചില്ല. ഇതാ മുൻ മന്ത്രിയും മുതിർന്ന നേതാവും ഭൗതിക വിഭാഗം തലവനുമായ പ്രൊഫസർ ഛത്തർപാൽ സിംഗും രാജിവെച്ചു. തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു സിംഗിന്റെയും രാജി. പാർട്ടി വിട്ട സിംഗ് ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു. സിംഗിനൊപ്പം തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് അംഗവും നടൻ രാജ്കുമാറിന്റെ ഭാര്യ സഹോദരനുമായ സുനിൽ റാവുവും BJP വിട്ട് AAP-യിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു സിംഗ് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയ്ക്ക് കത്തയച്ചത്. പാർട്ടി അവഗണിച്ചതിൽ മനം നൊന്ത് രാജിവെക്കുന്നു എന്നായിരുന്നു വിശദീകരണം. താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നും പ്രദേശത്തിന്റെ പ്രശ്നങ്ങൾ നിയമസഭയിലും ലോകസഭയിലും ഉന്നയിക്കണമെന്നും ഹിസാറിലെ ജനങ്ങൾ തന്നെ ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ പാർട്ടിക്ക് തനിക്ക് ലോകസഭയിലോ നിയമസഭയിലോ തെരഞ്ഞെടുപ്പിലോ ടിക്കറ്റ് നൽകിയില്ല എന്നും അവർക്ക് തന്നെ വേണ്ട എന്നും ഛത്രപാൽ രാജിക്കത്തിൽ പറയുന്നുണ്ടായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ രാജിവെക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. BJP-യുടെ പഴയ പെൻഷൻ പദ്ധതിയെ താൻ എതിർക്കുകയും കർഷകരുടെയും ഗുസ്തിക്കാരുടെയും പ്രതിഷേധങ്ങളെ പിന്തുണച്ചിരുന്നതായും സിംഗ് കൂട്ടിച്ചേർത്തു. ഈ പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉന്നയിച്ചപ്പോഴും എന്നെ മാറ്റി നിർത്തുകയായിരുന്നുവെന്നും സിംഗ് ആരോപിക്കുന്നു. സുനിൽ റാവു രവാരി BJP ജില്ലാ വൈസ് പ്രസിഡന്റും ദേശീയ എക്സിക്യൂട്ടീവിൽ കിസാൻ മോർച്ചയുടെ BJP ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും സംസ്ഥാന കൺവീനറുമായിരുന്നു. മറ്റൊരു BJP നേതാവും മുൻ റെവാരി സിലാ പരിഷത്ത് ചെയർമാനുമായ സതീഷ് യാദവും കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടിയിൽ ചേർന്നിരുന്നു. BJP വിട്ട നേതാക്കളെ AAP-യുടെ മുതിർന്ന നേതാവും MP-യുമായ സഞ്ജയ് സിംഗ്, സംസ്ഥാന അധ്യക്ഷൻ സുശീൽ ഗുപ്ത എന്നിവർ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയായിരുന്നു. ആം ആദ്മി പാർട്ടി തുടർച്ചയായി വളരുകയാണെന്നും ഏകാധിപത്യ BJP സർക്കാരിനെ പിഴുതെറിയാൻ ഹരിയാനയിലെ ജനങ്ങൾ തയ്യാറാകേണ്ട സമയമാണിതെന്നും സുശീൽ ഗുപ്ത പറഞ്ഞു. ഹരിയാന മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്കെതിരെ പ്രവീൺ ഗുഡ്സ്വാനിയായിരുന്നു ഗാർഹിക സാംബോ കിലോയ് മണ്ഡലത്തിൽ AAP രംഗത്തേക്കിറക്കിയത്. വ്യാഴാഴ്ചയായിരുന്നു നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഒക്ടോബർ 5-നാണ് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുക.